ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആപ്പ ഓട്ടോൻ്റെ മൈലേജ് കുറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിരുന്നു. അപ്പം ആ കമൻറ്റിനുള്ള മറുപടിയായിട്ട് ആപ്പ ഓട്ടോൻ്റെ മൈലേജ് കുറയുന്നതിൻ്റെ എനിക്കറിയുന്ന കാരണങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ വണ്ടീൻ്റെ സിലിണ്ടർ വീക്ക് ആണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് നല്ല രീതിയിൽ വലി കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വലി കുറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ മൈലേജും നല്ല രീതിയിൽ കുറയും. അപ്പം ഇതാദ്യം ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ നല്ലോണം ഓയിൽ കത്തുന്നുണ്ടോ നോക്കുക, അതുപോലെ തന്നെ വലി കുറവാണോ എന്നുള്ളത് നോക്കുക. അങ്ങനെ വലി കുറയുകയാണെങ്കിൽ 100% നമ്മുടെ വണ്ടീൻ്റെ മൈലേജ് കുറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വലി കുറയുന്നുണ്ട്, അത്യാവശ്യം പുകയും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിലിണ്ടർ പണി ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. അങ്ങനെ പണി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടറും പിസ്റ്റണും ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് വലിയും കൂടുന്നതായിരിക്കും, അതുപോലെ തന്നെ മൈലേജും പഴയ പോലെ കൂടുന്നതായിരിക്കും. പിന്നെ സിലിണ്ടർ പിസ്റ്റൺ പണിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പമ്പ് നോസിലും കൂടി ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഭാഗം ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ മൈലേജ് കുറയാനുള്ളൊരു സാധ്യത വരുന്നത് പമ്പ് നോസിൽ പണി ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ വണ്ടിക്ക് മൈലേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പമ്പ് നോസിൽ പണിയായിട്ടുണ്ടെങ്കിൽ കാണിക്കുന്ന ലക്ഷണം എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ല പുകയുണ്ടാവും വണ്ടിക്ക്, പക്ഷേ വലി കൂടുതലായിരിക്കും. സാധാരണതിനെക്കാട്ടിലും നല്ല വലി കൂടുതൽ വരും വണ്ടിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, നല്ല പുകയുണ്ട് വണ്ടിക്ക്, അതുപോലെ തന്നെ നല്ല വലിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പമ്പ് നോസിലും ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എൻജിൻ ഭാഗം ക്ലിയർ ആണെങ്കിലും വണ്ടിക്ക് പുകയുമുണ്ട്, വലി കൂടുതലും കാണിക്കുകയാണെങ്കിൽ പമ്പ് നോസിലും ഒന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറുകയും ചെയ്യും. ആ ഒരു പ്രശ്നത്തിൽ കൂടി കുറഞ്ഞിട്ടുള്ള മൈലേജിൻ്റെ പ്രശ്നം നമുക്ക് സോൾവ് ആയി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ അധികം പൊടി പിടിക്കാതെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ഒരു 20,000 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പം ഒന്ന് ഡീസൽ ഫിൽറ്റർ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 20,000 കിലോമീറ്ററൊക്കെ ഒന്ന് ഓടുമ്പം നമ്മുടെ നോസിൽ അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിക്കുള്ള മൈലേജ് കുറയാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. പിന്നെ മൈലേജ് കുറയാനുള്ളൊരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിക്ക് ഓവറായിട്ട് വലി കൂട്ടിയിട്ടാലും അതുപോലെ തന്നെ വലി തീരെ കുറച്ചിട്ടാലും വണ്ടിക്ക് മൈലേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓവറായിട്ട് വലി കൂട്ടിയിടുമ്പം വണ്ടി നല്ല പാച്ചിൽ പായും, അതുപോലെ തന്നെ എണ്ണയും കത്തിത്തീരും, അതിൽ മൈലേജ് ഷോർട്ടാവും. പിന്നെ തീരെ വലി കുറച്ചിട്ട് കഴിഞ്ഞാൽ കയറ്റമൊക്കെ എത്തുമ്പോൾ നമ്മൾ വല്ലാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, ഫസ്റ്റിലും സെക്കൻഡിലും തന്നെ കയറിപ്പോണ്ട ഒരു അവസ്ഥ വരും. ആ സമയത്ത് നമ്മുടെ വണ്ടിക്ക് മൈലേജ് ഷോർട്ടായിട്ട് വരും. അതുകൊണ്ട് വലിയൊക്കെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് കറക്റ്റായ രീതിയിൽ നല്ലോണം അറിയുന്ന ആൾക്കാരെ കൊണ്ട് ട്യൂൺ ചെയ്യിപ്പിക്കുക. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വലി കൂട്ടിയും കുറച്ചും കളിക്കരുത്. ആ ട്യൂണിങ്ങിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റല്ല നമ്മൾ ട്യൂൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് മൈലേജ് ഷോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടീൻ്റെ എൻജിൻ ഓക്കെയാണ്, പമ്പ് നോസിലും ഓക്കെയാണ്, എല്ലാ ഭാഗങ്ങളും ക്ലിയറാണ്, നമ്മൾ നല്ലോണം പണിയെടുപ്പിച്ച് കൊണ്ടുവന്ന വണ്ടിയാന്ന് കൂട്ടുക. എന്നിട്ടും നമുക്ക് മൈലേജ് കുറയുന്ന ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ഫാൾട്ട് കൊണ്ടും നമ്മുടെ വണ്ടിയുടെ മൈലേജ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിക്ക് നല്ല ഒരു മൈലേജ് കിട്ടേണ്ട ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു 35-ൻ്റെയും 45-ൻ്റെയും ഉള്ളിൽ നമ്മൾ വണ്ടി പരമാവധി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു മൈലേജ് വണ്ടിക്ക് കിട്ടും. പിന്നെ നമ്മൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണെങ്കിൽ മൈലേജ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ ഒരു കയറ്റമൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേനും, ഇപ്പോൾ ടോപ്പിൽ തന്നെ കയറാൻ സാധ്യതയുള്ള ഒരു കയറ്റാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തേർഡിലേക്ക് ഡൗൺ ചെയ്യും. ചെറുതായിട്ട് വണ്ടി ഒന്ന് ഞെങ്ങുന്ന കാണുമ്പോഴത്തേനും തേർഡിലേക്ക് ഡൗൺ ചെയ്യും. അങ്ങനെ വരുമ്പോഴും മൈലേജ് വല്ലാതെ ഷോർട്ടാവും. നമ്മൾ ഏത് വണ്ടികളാണെങ്കിലും നമുക്ക് മൈലേജ് ആക്കി ഓടിക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി കയറ്റമൊക്കെ നമ്മൾ ടോപ്പ് ഗിയറിലോ അല്ലെങ്കിൽ തേർഡ് ഗിയറിലൊക്കെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് വേഗം കയറി പോകാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കിട്ടില്ല. അപ്പോൾ ഡ്രൈവിങ്ങിൽ ഇങ്ങനത്തെ കാര്യങ്ങളോട് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈലേജ് വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വണ്ടി എല്ലാം ക്ലിയർ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 35-ൻ്റെ 45-ൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു 2 ദിവസം നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കിയോ. നിങ്ങളുടെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടുന്നതായിരിക്കും. അല്ലാതെ എല്ലാം നമ്മൾ പാഞ്ഞങ്ങ് പിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കിട്ടില്ല, മൈലേജ് വളരെ ഷോർട്ട് കാണിക്കും. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളാണ് എൻ്റെ വണ്ടിക്ക് മൈലേജ് ഷോർട്ട് കാണിച്ചപ്പം എനിക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നങ്ങൾ വണ്ടിക്കുണ്ടോ, അല്ല നമ്മളെ ഡ്രൈവിങ്ങിലുള്ള മിസ്റ്റേക്ക് ആണോ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.